മലയാള സിനിമയുടെ ഒരു എറേനെ മൊത്തം അഡ്രസ് ചെയ്തൊരു വ്യക്തിയാണ് ശ്രീകാന്ത്. അതെ 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 അതെ. പിന്നെ പറഞ്ഞിട്ട് കിടിലം മനുഷ്യന്. ഞാൻ ഇതുവരെ വർക്ക് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് പഠിക്കാനും എഴുതാനും എൻ്റെ ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടൊന്നുമില്ല. പിന്നെ ആകെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഓർമ്മയിൽ ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റാണ് ഞാനാകെ രണ്ടാമത്തെ പടം ചെയ്യുന്നു. പക്ഷെ വളരെ പ്രായവ്യത്യാസം ഒരുപാടുണ്ട്. പക്ഷെ അനാവശ്യമായിട്ട് ഒരു കാര്യത്തിലും ഇത് ചെയ്യില്ല. ഞാൻ ചെന്ന് ചോദിക്കുകയുള്ളൂ എന്തെങ്കിലും അടി ചെയ്ത് തരുമോ, അല്ലെങ്കിൽ ഇത് വർക്കാവോ, അല്ലെങ്കിൽ ഇത് നീ നല്ല നന്നായിട്ടാണല്ലോ എഴുതിയിരിക്കുന്നത്, ആണെങ്കിൽ ഇങ്ങനെ പറഞ്ഞണം ഇത് ചെയ്തോ എന്നൊക്കെ വെറുതെ അത് മാത്രമേ ചെയ്യുള്ളൂ. അല്ലാതെ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അതുപോലെ ഞാൻ പറയുന്ന സമയത്തൊക്കെ പുള്ളി ഷൂട്ടിന് നിന്നിട്ടുണ്ട്. രാത്രിയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാം ഒരു ഈ അൻറ്റു ദ ഡെസ്കിനെയും ബിരിയാണിയെയും തിയേറ്ററിനെയും വെച്ച് അപേക്ഷിച്ച് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് അയാൾ ശേഷി ഷൂട്ട് ചെയ്യാനെന്നുള്ളതാണ്. പക്ഷെ എന്നാലും ഭയങ്കര ബജറ്റൊന്നുമല്ല. പക്ഷേ പുള്ളി ഈ പറഞ്ഞ സമയത്ത് രാത്രി 2 മണിയാണെങ്കിലും നിൽക്കും. വെളുപ്പിലേ വരും, രാവിലെ വന്നിട്ടാണ് രാത്രി 2 മണി വരെ നിന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഇത് പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ കാരവാൻ ഗീരവാനൊന്നും പുള്ളി ഞങ്ങൾ അന്നേ കാരവാനൊക്കെ ഉണ്ട്. ആ പടമൊക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് കാരവാനൊക്കെ പോപ്പുലർ ആവുന്ന സമയമാണ്. അപ്പം പുള്ളി കാരവാനൊന്നും വേണ്ടെന്നല്ല, അങ്ങനെ ഒരു ഡിമാൻഡും ഇല്ലാത്തൊരു മനുഷ്യൻ. ഭക്ഷണം പുള്ളിയുടെ തന്നെ ഒരു കുക്കുണ്ട്. പുള്ളി മറ്റേ പ്രകൃതി ഭക്ഷണമാണ് കഴിക്കുന്നത്, അത് കഴിക്കുമായിരുന്നു. പിന്നെ അന്നും ഉണ്ടായിരുന്ന ഒരു വലിയ ഇത് സിഗരറ്റ് വലിയായിരുന്നു. നന്നായിട്ട് വലിക്കുമായിരുന്നു. പ്രകൃതി ഭക്ഷണം കഴിക്കും, സിഗരറ്റും വലിക്കുമായിരുന്നു. അതൊക്കെ മാർക്കറ്റിലൊക്കെ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ലാത്ത മനുഷ്യനാണ് പുള്ളി. എനിക്ക് ഭയങ്കര അതിനുശേഷം ഞങ്ങൾ ഭയങ്കര പുള്ളിയുടെ വീട്ടിൽ പോകും, സംസാരിക്കും, നല്ല കമ്മ്യൂണിക്കേഷൻ. അതെ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള അതിലൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരിക്കൽ ഇതുപോലെ അതിന്റെയും ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നത് കായലിലാണ്. ശവപ്പെട്ടി വലിച്ചിട്ട് അതിൽ പുള്ളി കിടന്നിട്ട് പോകുന്നത്. അത് ഇതുപോലെ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു ദിവസം ഞാൻ ഉദ്ദേശിച്ച ലൊക്കേഷൻ കിട്ടാത്തതുകൊണ്ട് ഒരു ദിവസം ഷൂട്ടേ ചെയ്തില്ല. അന്ന് സുഖേട്ടനൊക്കെ പി സുകുമാർ പ്രൊഡ്യൂസർ, സുഖേട്ടനും ക്യാമറാമാനും ഡയറക്ടറും ഒക്കെ ആയിട്ടുള്ള, പിന്നെ സുധീഷ് പിള്ള, മീശ മാധവന്റെ ഒക്കെ പ്രൊഡ്യൂസർ. പക്ഷേ ശ്രീനിയേട്ടനാവട്ടെ സുഖേട്ടനാവട്ടെ ആരോ ഞാൻ ഒരു ലൊക്കേഷൻ കണ്ടുവച്ചിരുന്നത് ഒരു പെർമിഷൻ എടുത്ത വേറൊരു ലൊക്കേഷനായിരുന്നു, കാട്ടില് പേപ്പാറയിലാണ്. അപ്പൊ ഞാനത് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ള ഇമേജും വിഷ്വൽസും ഒക്കെ പോയി, എല്ലാം മാറി. എന്നിട്ട് വേറെ തോന്നിയ സ്ഥലത്ത് അവിടെ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അവസാനം അവസാനം ആ ദിവസം പലരെയും വിളിക്കാൻ നോക്കി, കാട്ടിലാണ്. പിന്നെ ഒരാൾ വന്ന് ഇങ്ങനെ കുറുകെ നിൽക്കുകയും ചെയ്തു. റേഞ്ചും ഇല്ല ആരെയും വിളിക്കാൻ. അന്ന് ശ്രീനിയുടെ ആരെയൊക്കെ വിളിച്ചിരുന്നു, മിനിസ്റ്ററെയൊക്കെ വിളിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ കിട്ടുന്നില്ല. അങ്ങനെ ആ ദിവസം മുഴുവൻ ഷൂട്ടില്ലായിരുന്നു. പിറ്റേന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ ഒരു ദിവസം പക്ഷെ ആരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ അങ്ങനെ സിനിമ ചെയ്യുന്നതല്ല. ഞങ്ങൾ മറ്റു പടങ്ങളിലൊക്കെ അങ്ങനെ ഒരു നിമിഷം പാഴാക്കത്തില്ല. ഇപ്പം തിയേറ്ററിലൊക്കെ ആണെങ്കിലും ബിരിയാണിയിലൊക്കെ ആണെങ്കിലും ഒരു സീൻ അങ്ങനെ പാഴാക്കില്ല, സമയം പാഴാക്കില്ല. പക്ഷെ ഇത് ഞാനും കൺഫ്യൂസ്ഡ് ആയിപ്പോയി. പിന്നെ നമ്മുടെ കുറച്ചുകൂടെ കൺട്രോൾ ഉണ്ട്. നമ്മൾ വേറൊരാളെ പറഞ്ഞു വിട്ടല്ല പറഞ്ഞത്, സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പെർമിഷൻ എടുക്കാനല്ല പറഞ്ഞത്. ഞാൻ തന്നെ പോയി പെർമിഷൻ എടുക്കുന്നതുകൊണ്ട് എനിക്ക് തന്നെ അത് കിട്ടും. അതിന്റെ ഒരു കംഫർട്ട് ഇത്തരം പടങ്ങളിലുണ്ട് നമുക്ക് ചെയ്യാനായിട്ട്. അപ്പൊ അവിടെ ചെന്നു. പക്ഷേ പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങി, കിട്ടിയ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാണ്. അതാണ് അയാൾ ശശി. അത് ഞാൻ ഇഷ്ടപ്പെട്ട സ്ഥലത്തല്ല ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ച സ്ഥലമേ അല്ല പെർമിഷൻ കിട്ടിയ അല്ല, അതെല്ലാം മാറി. ചങ്ങാടത്തിൽ പോയിട്ട് പകുതി എത്തിയിട്ട് ഈ വള്ളം ഇത് വലിച്ചിട്ട് തിരിച്ചു കയറി വരണം. തിരിച്ചു കയറി വരുന്ന സമയത്ത് പുള്ളി ഷോട്ട് എടുത്തോണ്ടിരിക്കുക. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് ഒരു 5, 6, 7 ടേക്കൊക്കെ ആയപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആകെ ഇതായിപ്പോ. അതുവരെ പുള്ളി ഒരു വക പറയാത്ത, എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പുള്ളി തിരിച്ചു കയറി വന്നു. എൻ്റെ അടുത്ത് ഞാനും മുഖത്ത് നോക്കിയില്ല, പുള്ളി മുഖത്ത് ഒന്നും വേണ്ടിയില്ല. പിന്നെ പിറ്റേന്ന് രാവിലെ ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ തന്നെ രാവിലെ 6 മണിക്കോ 5:30ക്കോ എത്തണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ എത്തും. കാട്ടിനകത്താണ്. അപ്പം പുള്ളി വന്നു. പുള്ളി രാവിലെ വന്നിട്ട് എന്നെ, എനിക്കൊരു ഇതുണ്ടായിരുന്നു. അപ്പം പുള്ളി പെട്ടെന്ന് വന്നിട്ട് എന്നെ വിളിച്ചു, വരാൻ പറഞ്ഞു. ഞാൻ വെച്ച് വേറെ എന്തോ സീരിയസ് ആയിട്ട് പറയാനായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് എന്നെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, സജിനെ സോറി, ഇന്നലെ സംഭവിച്ചത് വേറൊന്നുമില്ല. ഈ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 1 മണി 1:30 സമയത്തായിരുന്നു. അപ്പൊ പുള്ളി ഇതിൽ കിടക്കുമ്പോ ഈ അടിയിൽ നിന്ന് ചൂടടിക്കുന്നുണ്ട്, മുകളിൽ നിന്ന് സൂര്യനും അടിക്കുന്നുണ്ട്. അപ്പം ഭയങ്കര ഡിസ്റ്റർബൻസ്. ഈ ചൂടടിച്ചിട്ട് പുള്ളി എഴുന്നേറ്റ് വെക്കുന്നു, വീണ്ടും താഴെ ചൂടടിക്കും. പുള്ളി ഇവിടെ നിന്ന് ചൂട്, പിന്നെ കിടക്കുന്നു. അങ്ങനെ റീടേക്ക് എടുക്കും. ഇതിന്റെ പ്രശ്നമാണ്, വേറൊന്നും കൊണ്ടല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് ചെയ്യുന്നത്. ഞാൻ ഞെട്ടിപ്പോയി. ഇതുപോലൊരു സീനിയർ ആക്ടർ, ഇത്രയും വലിയ ആക്ടർ മാത്രമല്ലല്ലോ, ഈ മലയാള സിനിമയിലെ തന്നെ ഒരു ഡയറക്ടറാണ്, ആക്ടറാണ്, റൈറ്റർ എന്നുള്ള നിലയിൽ ഏറ്റവും ടോപ്പ്, എല്ലാ അർത്ഥത്തിലും ഏറ്റവും ഇതായിട്ട് നിൽക്കുന്ന
ഒരു മനുഷ്യൻ വന്നിട്ട് എന്നെ പോലെ ഒന്നും ഒരു ഇതും ഇല്ലാതെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇൻഡിപെൻഡൻറ്റ് സിനിമ ചെയ്തിട്ട് അടുത്ത പടം ചെയ്യുന്ന എൻ്റെ അടുത്ത് വന്നിട്ട് അത് പറയണമെങ്കിൽ പുള്ളിയുടെ മനസ്സ്. പിന്നെ ഞങ്ങൾ നല്ല കൂട്ട് ആയിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും തമാശയൊക്കെ പറയുന്ന തരത്തിലും വീട്ടിൽ പോയി ഞാൻ ഇപ്പോഴും അടുത്ത ദിവസം പോയി കണ്ടിരുന്നു. അത് മനസ്സിലായിട്ടുണ്ടല്ലോ. അതെ അതെ അതെ, അത് ചിലപ്പോൾ എൻ്റെ ഫേസിൽ വരുമല്ലോ, മുഖത്ത് നോക്കുമ്പോൾ വരുമല്ലോ. അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ മനസ്സിലാക്കുന്ന തരത്തിൽ. പിന്നെ അവർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഒരു സെറ്റിൽ എന്താണ് നടക്കുന്നത്, ഒരാൾ എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളൊരു ഇത് ഭയങ്കരമായിട്ട് അറിയാമല്ലോ. അതേപോലെ ഡയറക്ടർ ആക്ടർ തമ്മിലൊരു ഗിവ് ആൻഡ് ടേക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, കമ്മ്യൂണിക്കേഷനും. അതിവിടെ ഇതായിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടത്തേക്ക് അത് പറ്റില്ലല്ലോ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് എന്റെ എല്ലാ ആർട്ടിസ്റ്റുകളും നന്നായിട്ട് ഇത് ചെയ്യും. ഞാൻ കംഫർട്ടബിൾ ആക്കാനൊക്കെ നമ്മുടെ പരിമിതികളുണ്ട്, പക്ഷെ അവരായി ആവുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് അങ്ങനെ വലിയ ഇതൊന്നും കൊടുക്കാൻ പറ്റില്ല. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് അങ്ങനത്തെ പ്രശ്നക്കാരായിട്ടുള്ള ആൾക്കാരുടെ ഒന്നും, പ്രധാന റോളുകൾ ചെയ്യുന്ന ആൾക്കാരുടെ ഒന്നും എനിക്ക് വർക്ക് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. എല്ലാവരും ഞാൻ പ്രതീക്ഷിച്ചതിൻ്റെ എത്രയോ ഇരട്ടി. ഈ റിമയാണെങ്കിൽ പോലും അങ്ങനെ തന്നെയായിരുന്നു. ഭയങ്കര പ്രൊഫഷണലാണ്, ഭയങ്കരമായിട്ട് സഹകരിക്കുകയും എല്ലാ കാര്യങ്ങളോടും നമ്മളോട്. നമ്മുടെ ഇതിലും കാരവാനൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്ത് പൈസ കൊണ്ട് അത് സിനിമയ്ക്കാണ് ഇടുന്നത്. നമ്മൾ ഉള്ള പൈസ അത് സിനിമയിൽ ഇടുക ശ്രമിക്കുകയാണ്. അല്ലാതെ ഈ കംഫർട്ട് അല്ലല്ലോ. ആൾക്കാർ കാരവാനിലിരുന്നാണോ സിനിമ അഭിനയിച്ചെന്നല്ലല്ലോ ആൾക്കാർ പടം വരുമ്പോൾ നോക്കുന്നത്. സിനിമയിൽ എന്തുണ്ടെന്നാണല്ലോ നോക്കുന്നത്. അതെ, അതെന്ത് പെർഫോമൻസ് ആണ്, എങ്ങനെയാണ് സിനിമയിൽ അത് ആപ്റ്റാണോ എന്നല്ലേ നോക്കുന്നത്. അപ്പോൾ അത് ആണ് ഞങ്ങൾ കൂടുതൽ ഇത് ചെയ്തത്. അപ്പം ഇത് ഞങ്ങളൊരു ഈ പറഞ്ഞ വേനൽക്കാലത്താണ് ഷൂട്ട് ചെയ്തത് ഈ തിയേറ്റർ. അപ്പോൾ എല്ലാവരും നമ്മുടെ കോ ആക്ടേഴ്സും എല്ലാവരുടെയും മത്സരം എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിന്റെ തണലുണ്ട്, അവിടെ കയറിയിരിക്കാനാണ്. ഈ വീടെന്ന് പറയുന്നത് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൽ പോലും AC ഇല്ല. റിമേന്ന് ഒരിക്കലും AC അങ്ങനെ ഒന്നുമില്ല, വെറുതെ സാധാരണ ഫാനുള്ളൊരു ഇതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ ഈ കാലത്ത് നമ്മളോട് സഹകരിക്കുന്നു. അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സിനിമയും അത്രയും ഇഷ്ടത്തോടെ കാണുന്ന. അതെ അതെ, അതുകൊണ്ടാണല്ലോ അവരൊക്കെ നമ്മുടെ ഇതുപോലത്തെ പടങ്ങളിലൊക്കെ വരുന്നതും ഇത് ചെയ്യുന്നതും അവസാനം വരെ നിൽക്കുന്നതും കൂടെ നിൽക്കുന്നതും ഒക്കെ. ഇപ്പോൾ തിയേറ്ററിൽ നിന്നുള്ള സിനിമയുടെ ട്രെയിലർ ലോഞ്ച് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ സാറിൻ്റെ ഇൻസ്റ്റഗ്രാം ക്യാപ്ഷനിൽ ഞാൻ കണ്ടു 1.5 മാസത്തോളം വിദേശ രാജ്യങ്ങളിലുള്ള സഞ്ചാരമായിരുന്നു എന്നുള്ളത്. അവിടുത്തെ കൾച്ചർ, ഓരോ രാജ്യങ്ങളിലെ കൾച്ചർ, അവിടുത്തെ ലൈഫ് സ്റ്റൈലൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അനുഭവിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ ഒരുപാട് സിനിമയ്ക്കുള്ള പ്രമേയമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നതെന്നും അതിനകത്ത് കുറിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അവിടുത്തെ യാത്രയിൽ മറക്കാൻ പറ്റാത്തൊരു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ മെമ്മറീസോ ഉണ്ടോ? ഒരുപാടുണ്ട്. ഞാൻ നേരത്തെയും പോയിട്ടുണ്ട് യൂറോപ്പിലൊക്കെ. ഞാൻ പോകുമ്പോൾ ഞാൻ എവിടെ പോയാലും ഫെസ്റ്റിവൽസിന് വേണ്ടിയിട്ട് അവർ ടിക്കറ്റൊക്കെ ഇത് ചെയ്യും. ചിലപ്പോൾ അപ്പോൾ അക്കോമഡേഷൻ തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വിസ എന്തായാലും ചിലതൊക്കെ 1 മാസം 2 മാസമൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ മാക്സിമം അവിടുത്തെ ലോക്കൽ സുഹൃത്തുക്കളായെങ്കിലും ഇവിടുത്തെ സുഹൃത്തുക്കൾ വഴി അവിടുത്തെ ലോക്കൽ ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ അവിടെ അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ പോയപ്പോൾ എനിക്ക് കുറേ സുഹൃത്തുക്കളെ അവിടുത്തെ തന്നെ സ്പെയിനിലൊക്കെ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ കണക്ട് ചെയ്യാൻ പറ്റി. പിന്നെ അവരുടെ കൂടെ താമസിച്ച്. അപ്പോൾ അങ്ങനെ അത് പിന്നെ എവിടെ പോയാലും ഞാൻ അത് ചെയ്യാറുണ്ട്. മിക്കവാറും ഞാൻ നേരത്തെ തന്നെ പറയും. ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഗുവാഹട്ടിയിലാണെങ്കിൽ പോലും ഞാൻ പറയും എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് തിരിച്ച് റിട്ടേൺ കുറച്ച് ലേറ്റായിട്ട് എടുത്ത് തന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ കിടന്ന് മാക്സിമം എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ്. യാത്രയും സിനിമയും പുസ്തകമൊന്നും ഇല്ലെങ്കിൽ ഈ ലോകമില്ല, എനിക്ക് പിന്നെ ജീവിക്കാൻ പറ്റുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പറ്റാത്തൊരു ഇതുള്ള ഒരാളാണ്. പക്ഷെ പുതിയ ആൾക്കാരെ കാണുക, മീറ്റ് ചെയ്യുക, പുതിയ എക്സ്പീരിയൻസ് ഉണ്ടാക്കുക, അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു യാത്രയിൽ നിന്ന് കിട്ടുന്ന ഒരു പഠനവും നമ്മുടെ എക്സ്പീരിയൻസും ഒക്കെ ഭയങ്കര വലുതാണ്. അത് സിനിമയിൽ അതെ അതെ തീർച്ചയായിട്ടും. അതുപോലെ ചില ലൈഫുകൾ നമ്മുടെ ഇവിടുത്തെ നിയമമല്ല അവിടുത്തെ നിയമം, എല്ലാം ഡിഫറെൻ്റ് ആണല്ലോ, എല്ലാം ഓപ്പോസിറ്റ് ആണല്ലോ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഇവിടെ എല്ലാവരും ഇപ്പം കഞ്ചാവ് വേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പോയി കഞ്ചാവിന് ഇത് ചെയ്യുന്നു. അവിടെ മറ്റേ കട തുറന്നു വെച്ചിരിക്കുകയാണ്, അവിടെ പോയി മേടിക്കാം. അതെ, ഇതുപോലെ തന്നെ തൊട്ടടുത്താണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള സ്റ്റേറ്റാണ് പാർവതി, ഹിമാചൽ പ്രദേശിലുള്ള എല്ലാ സ്ഥലത്തും. മലാനയിൽ ഞാൻ പോയി താമസിച്ചിട്ടുണ്ട്. ഞാൻ ഒരാഴ്ചയോളം മലാന വില്ലേജിൽ പോയിട്ട് താമസിച്ചിട്ടുണ്ട്. അവിടെ മാജിക് വാലിയിൽ പോയിട്ടുണ്ട്. മാജിക് വാലിയിലൊക്കെ കൃഷിയാണ്, ഇത് കഞ്ചാവ് കൃഷിയാണ്, ഹാഷ് ഉണ്ടാക്കുന്ന സ്ഥലം. ടോഷിൽ പോയിട്ടുണ്ട്, ഗ്രഹണിൽ പോയിട്ടുണ്ട്. ഇതൊക്കെ മറ്റേ ഹൈ ഓൾട്ടിറ്റ്യൂഡിലാണ് ഈ മലാനയിലും ടോഷിലും ഗ്രഹണിലും ഒക്കെ. ഏറ്റവും മലാനയാണ്, 2ാമത് ഗ്രഹണാണ്, 3ാമത് ടോഷാണ് ക്വാളിറ്റിയിൽ, ഈ ഹാഷിൻ്റെ തന്നെ ക്വാളിറ്റിയിൽ. അപ്പോൾ ഇത് ഇന്ത്യയുടെ ഭാഗമാണ്. ഇവിടെ ഇത് നടത്തുന്നുണ്ട്, കൃഷി ചെയ്യുന്നുണ്ട്, ആൾക്കാർ വരുന്നു, മേടിക്കുന്നു, കൊണ്ടുപോകുന്നു. അതേ സ്ഥലത്ത് ഇന്ത്യയുടെ മറ്റൊരു ഭാഗം സ്റ്റേറ്റാണ് കേരളത്തിൽ ഇവിടെ കഞ്ചാവ് വേട്ടാന്ന് പറഞ്ഞ് പാവം സിനിമ രണ്ടുപേരും വലിച്ചെന്ന് പറഞ്ഞാൽ അവർ മൊത്തം മാതൃഭൂമിയിലും മനോരമയിലും എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിലും
ഇങ്ങനെ അച്ചടിച്ച് അവർ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുന്നു. യൂറോപ്പിൽ രാജ്യങ്ങളിൽ പോയി ഈ സാധനം അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. നമ്മുടെ പഴയ കാലഘട്ടത്തിൽ നോക്കി ഇത് 80s ഇത് ഇവിടെ നിർത്തലാക്കുന്നത്, അതുപോലെ ഇവിടെ ലീഗലായിരുന്നു. അപ്പം ഞാനിത് ഇതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ഞാൻ പറയുന്ന ഓരോ സ്ഥലത്തും ഓരോ നിയമമാണ്, ഓരോ സ്ഥലത്തും നമ്മുടെ നേരെ തിരിച്ച് ഓപ്പോസിറ്റാണ്. അതുപോലെ തന്നെ ഞാൻ തവാങ് പോയിട്ട് പണ്ട് ഒരു സ്ഥലത്ത് പോയിട്ട് ഞാനൊരു ഒരു ഒരു വില്ലേജ് സംഗി വാലി എന്ന് പറഞ്ഞിട്ട് വില്ലേജിൽ പോകുന്ന സമയത്ത് അവിടെ ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ മാനിൻ്റെയും മറ്റേ ഇതിൻ്റെയൊക്കെ ഇത് നമ്മൾ അയൽ ഷർട്ടും മുണ്ടുമൊക്കെ അലക്കിയിട്ട് ഉണക്കായിട്ടിരിക്കുന്നത് പോലെ ഇത് ഉണക്കായിട്ടിരിക്കുകയാണ്. ഇതും ഇന്ത്യയുടെ പാർട്ടാണ്. ഇവിടെ വേട്ടയാടി കഴിഞ്ഞാൽ അത് എത്ര വർഷങ്ങളാണ് അകത്തായി കിടക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് ഇന്ത്യയിൽ തന്നെ ഈ പല സ്റ്റേറ്റിൽ പല നിയമങ്ങൾ, പല കൾച്ചർ, പല രീതികൾ. ഇപ്പോൾ എനിക്കൊന്ന് നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒന്നും കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഹോസ്പിറ്റൽസിലൊന്നും ആളില്ല. കാര്യം അവിടെ ഉള്ള ആൾക്കാർ കുറച്ചുകൂടെ കമ്പാരിറ്റീവ്ലി ഇവിടുത്തെ ആൾക്കാരൊക്കെ ഹെൽത്തിയാണ്, അതുകൊണ്ട് ഡോക്ടേഴ്സിനൊന്നും പണിയില്ല. പിന്നെ അവിടെ കോടതിയിൽ എത്തുന്നതിന് മുന്നേ വില്ലേജ് കാമ്പൂറാസും അവിടെ അവർ സെറ്റിൽ ചെയ്യും, ശിക്ഷയും വിധിയും ഒക്കെ ഇത് ചെയ്യും. അതുകൊണ്ട് കോടതിയിൽ പോയ ആളില്ല. അപ്പം ഓരോ സ്ഥലത്തും ഞാൻ പറഞ്ഞല്ലോ ഓരോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല അത് യൂറോപ്പിൽ പോയപ്പോഴും എനിക്ക് എത്ര അനുഭവങ്ങൾ, ചില അനുഭവങ്ങൾ നമുക്ക് പുറത്ത് പറയാൻ പറ്റുന്നതുണ്ടാവാം, പറ്റാത്തതും ഉണ്ടാവുന്ന എത്രയോ നല്ല, പക്ഷെ ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഫ്ലൈറ്റിലും ട്രെയിനിലും ബസ്സിലും അവരുടെ ഇപ്പോൾ ഈ കേരളയിൽ എന്ന പോലെ തന്നെ സ്വീഡനിൽ പോയപ്പം അവിടുത്തെ മറ്റേ പെറ്റൽ ഞാനതിന് മറന്നുപോയി. അങ്ങനെ നമ്മുടെ കേരളയിലിൻ്റെ മറ്റൊരു രൂപം. അതുകൊണ്ട് എല്ലാം വന്നിട്ട് സ്റ്റോക്ക്ഹോമിൽ സിറ്റി സെൻറ്ററിലാണ് പോയിന്റ് ചെയ്യുന്നത്. എല്ലാ മറ്റേ അവിടുത്തെ ഒരു അറ്റ്ലാന്റ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് വരുന്ന ഭയങ്കര സ്പീഡുള്ളൊരു ട്രെയിനുണ്ട്, നോർമൽ ട്രെയിനുണ്ട്, മെട്രോ ട്രെയിനുണ്ട്. ഈ ട്രെയിനിൽ തന്നെ പല ഇതുണ്ട്, ബസ്സുണ്ട്. എല്ലാം വന്ന് ചേരുന്ന ഒരു ഒറ്റ പോയിന്റിലാണ്. അവിടുത്തെ കൺസ്ട്രക്ഷൻസ് പിന്നെ അങ്ങനെ പല കാര്യങ്ങൾ, കാഴ്ചകൾ. പിന്നെ യൂറോപ്പിൽ തന്നെ പല രാജ്യങ്ങളിൽ പല രീതിയാണ്, പല ആൾക്കാരുടെ കൾച്ചർ വേറെയാണ്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോയാൽ നിങ്ങൾക്ക്, എൻ്റെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ട് ജർമ്മനാണ്. പക്ഷേ പൊതുവേ ജർമ്മനിയിൽ അവിടുത്തെ ആൾക്കാർ അധികം മറ്റുള്ളവരെ എൻ്റർടൈൻ ചെയ്യില്ല, അവിടുത്തെ ലോക്കൽസ്. അതായത് സ്പെയിനിലാണെങ്കിൽ നേരെ തിരിച്ചാണ്. സ്പെയിനിൽ തന്നെ എത്രയോ നമ്മൾ ഈ ട്രൈബ്സ് ഉള്ളതുപോലെ തന്നെ അവിടെ കാറ്റലോഗ് അങ്ങനെ പല കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്, ഓരോ ഏരിയയിലും ഓരോ ആൾക്കാരാണ്. അപ്പോൾ സ്പെയിനിലൊക്കെ എനിക്ക് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ ഞാൻ അവിടെയൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളൂ, അവരുടെ കൂടെ താമസിക്കുകയും ലോക്കലായിട്ട് പോകും. പിന്നെ ഇതിൻ്റെയും വ്യത്യാസമുണ്ട്. ഇപ്പം ഞാനവിടെ എൻ്റെ വിദേശികളായിട്ടുള്ള അവിടുത്തെ ലോക്കലായിട്ടുള്ള സുഹൃത്തുക്കളുടെ കൂടെ ഞാൻ പാർട്ടിക്ക് പോകുമ്പോഴും അവരുടെ മറ്റു പല പരിപാടിക്ക് പോകുമ്പോഴും എനിക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അല്ല ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ ഇന്ത്യനാണ്, നിങ്ങൾ അപരിചിതനാണ്, അപ്പം മറ്റുള്ളവർ എന്നെ കാണുന്നത് അങ്ങനെയാണ്. അല്ലെങ്കിൽ അത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ നിറയെ എക്സ്പീരിയൻസുകളുണ്ട്. അപ്പം അതെ, അതേസമയം ലോക്കലിൽ നമ്മുടെ സുഹൃത്തുക്കളോടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രിവിലേജോ അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പീരിയൻസ് വേറെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മൈന്യൂട്ടായിട്ട് തന്നെ തിരിച്ച് പല കാര്യങ്ങൾക്കും നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഓരോ യാത്രകളും. ഓരോ കൾച്ചർ അനുസരിച്ച് ഓരോ അതെ മനുഷ്യന്റെ ചിന്താഗതിയും വ്യത്യസ്തമായിരിക്കും. കൾച്ചർ മാത്രമല്ല, ജോഗ്രഫി ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം സ്വീഡനിൽ ചെല്ലുമ്പോൾ അവിടെ ഞാൻ രാത്രി 1 മണിക്ക് എഴുന്നേറ്റാലും പകലാണ്. ആകെ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഞാൻ സമ്മർ ആയതുകൊണ്ടാണ്, ഞാൻ സമ്മറിൽ ചെന്നുകൊണ്ടാണ്. അതേസമയം ഇരുട്ടാണെങ്കിൽ മൊത്തം രാത്രിയാണ് അവിടെ. ആകെ 1/2 മണിക്കൂർ 1 മണിക്കൂറാണ് നിങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഇതിനൊക്കെ അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റിൻ്റെയും അവരുടെ ജീവിതശൈലിയൊക്കെ ഇത് ബാധിക്കില്ല. അതൊക്കെ അവരുടെ കൾച്ചർ അങ്ങനെയാണ്. നേരെ തിരിച്ചിപ്പുറത്ത് വരപ്പോൾ എങ്ങനെയാണ്, ഇന്ത്യയിൽ നമ്മളൊക്കെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കറക്റ്റായിട്ട് പകലും രാത്രിയിലും വരെ ഉണ്ട്. അതെ, നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം തന്നെ പലതരത്തിലുണ്ട്. ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ യൂറോപ്പിൽ പോയിട്ട്, അല്ലെങ്കിൽ യൂറോപ്പിൽ ഇപ്പോൾ സ്വീഡനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണം അത് വേണ്ടി. സാധാരണ ചുമ്മാ കയറിയിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുത്തെ പോലെ ബസ്സിൽ കയറിയിട്ട് മറ്റേ ബെല്ലടിക്കാനോ മറ്റു അവിടെ കണ്ടക്ടറൊന്നും ഇല്ല. അപ്പോൾ അതിന് നമ്മൾ പഠിക്കണം, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെ ഉപയോഗിക്കണം, ആൾക്കാർ ട്രെയിനിൽ നിന്ന് ഇറങ്ങപ്പോൾ ഏത് സൈഡിൽ നിൽക്കണം, നിങ്ങൾ മറ്റേ എസ്കലേറ്ററിൽ കയറി പോകുമ്പോൾ എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം, അത് തന്നെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് തോന്നിയതുപോലെ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഞാൻ സരാഗോസ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെയിനിൽ എൻ്റെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു പാർട്ടി, എൻ്റെ ലോക്കൽ കുറേ സുഹൃത്തുക്കൾ വന്ന് ഞങ്ങളൊരു മ്യൂസിക് ഷോയ്ക്ക് പോകുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ വേറെ സുഹൃത്തിൻ്റെ വീട്ടിൽ പോകുന്നു. പിന്നെ 1-2 സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് രാവിലെയാണ് ഞങ്ങളെല്ലാവരും തിരിച്ച് വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ വണ്ടി ഓടിച്ചപ്പോൾ വെളുപ്പിലെയാണ്, ഒരു 4 മണി 4:30 മണിക്കാണ്. അപ്പം അവിടുത്തെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോലീസ് കൈ കാണിക്കുകയാണ്.
നിങ്ങൾ 6 കിലോമീറ്റർ, ഇവിടുത്തെ സ്പീഡ് ലിമിറ്റ് 30, 30 36 എന്ന് പറഞ്ഞ് 36 കിലോമീറ്ററിലാണ് നിങ്ങൾ വന്നേക്കുന്നത്. കറക്റ്റായിട്ട് ഇത് ചെയ്യും. എന്നിട്ട് അതിനെന്ത് ചെയ്തു, ഇത് അടിച്ചു 100 യൂറോ. 100 യൂറോയിൽ നാളെ അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 50 യൂറോ അടച്ചാൽ മതി. ഒരു ദിവസം കഴിഞ്ഞിട്ട് മറ്റന്നാളാണ് നിങ്ങൾ അടയ്ക്കുകയാണെങ്കിൽ അത് 100 അടയ്ക്കണം, നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരികയാണ്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നിയമങ്ങൾ. അപ്പൊ നിയമത്തിന്റെ ഇത് വ്യത്യാസമാണ്. അതുകൊണ്ട് അവിടെ ആക്സിഡൻസ് ഇല്ല, ഭയങ്കര കെയർഫുള്ളാണ്. അവിടെ ആരെങ്കിലും നാട്ടുകാർ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇന്ത്യൻസ് ഒക്കെ പറയും ഏതെങ്കിലും ഒരു പട്ടിയെന്നെങ്കിലും വന്ന് എന്നെ ഒന്ന് കടിച്ചാൽ മതി എന്നാ പറയുന്നത്. കാര്യം തെരുവിലൂടെ പോകുന്ന പട്ടികൾ പോലും ആൾക്കാരെ കടിക്കാറില്ല. അത് അങ്ങനെ കടിച്ചു കിട്ടിയാൽ നല്ല പൈസ കിട്ടും. ഇൻഷുറൻസിൽ ഏതെങ്കിലും ഒരു വണ്ടി ഒന്ന് തട്ടിയാൽ മതി, അത് നല്ല കാശ് കിട്ടും. എന്തെങ്കിലും യൂറോപ്പിലേക്ക് പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇൻഷുറൻസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു പട്ടി അടിക്കണമെന്ന് മാത്രം പ്രാർത്ഥിച്ചാൽ മതി, കോടികൾ ഉണ്ടാക്കാം. പക്ഷെ പട്ടി കടിക്കത്തില്ല, അതാണ് അവിടുത്തെ പ്രാക്ടീസ്. ശരിക്കും അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ ഇതില് എന്തെങ്കിലും ഒരു കാര്യം മാറ്റണം, അല്ലെങ്കിൽ ലീഗലി അങ്ങനെ മാറണം എന്ന് ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഇല്ല, അങ്ങനെ 100,000 കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് മാറണമെന്നും മാറ്റണമെന്നും ഒക്കെ തോന്നിക്കുന്ന. പക്ഷെ ഇതൊന്നും ഒന്നും ശരിയും തെറ്റും അല്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് അവരുടെ ശരിയാണ്, അത് അവിടുത്തെ ശരിയാണ്. അത് ഇവിടെ കൊണ്ടുവന്ന് പ്രീതി ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ജോഗ്രഫി വേറെയാണ്, ഇവിടുത്തെ ആൾക്കാർ വേറെയാണ്, ഇവിടുത്തെ ലൈഫ് വേറെയാണ്, ഇവിടുത്തെ ജോലി വേറെയാണ്, ഇവിടുത്തെ ജനസംഖ്യ വേറെയാണ്. ഇപ്പൊ സിനിമ പോലും എന്തുകൊണ്ടാണ് യൂറോപ്യൻ ആർട്ട് സിനിമകൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ, ഇപ്പൊ നിങ്ങൾ കമേഴ്ഷ്യൽ സിനിമകൾ കാണാനാണ് നമ്മൾക്കിപ്പോൾ കൂലിയും സിനിമകൾ കാണാനും ഇവിടെ തിയേറ്ററിൽ ആൾക്കാർ ഇടിച്ചു കയറുന്നത്. അതേസമയം നിങ്ങൾ അതെ, ഞാൻ എല്ലാ പടവും കാണുന്ന ആളാണ്. ഫസ്റ്റ് ഷോ രാവിലെ തന്നെ കാണുന്ന ആളാണ്. പക്ഷെ അവിടെയാണെങ്കിൽ ആർട്ട് സിനിമകൾക്കാണ് വാല്യൂ ആൾക്കാർ കൂടുതൽ ചെയ്യുന്നത്. കാര്യം അവിടെ അവർക്ക് അങ്ങനെ സ്ട്രെസ് ഇല്ല. ഇവിടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടും ഈ പറഞ്ഞ ഒരു ബേസിക് ആയിട്ടുള്ള നീഡ്സിന് വേണ്ടിയിട്ട് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമല്ലേ, ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിരുന്ന ഇൻ്റലക്ച്വൽ ഇത് ചെയ്യാൻ ആർക്കും സമയമില്ല. അതേസമയം എൻ്റർടൈൻമെൻ്റ് ആണ് വേണ്ടത്. അത് ഈ തേർഡ് വേൾഡ് കൺട്രീസിൽ എല്ലാവരുടെയും അടുത്തുള്ള പ്രശ്നമാണ്. എല്ലാവരുടെയും പ്രശ്നം ഈ ബേസിക് ആയിട്ടുള്ള ആഹാരത്തിനും ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ബേസിക് വിദ്യാഭ്യാസത്തിനും കുട്ടികളുടെ പഠനത്തിനും വേണ്ടിയിട്ടാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്ട്രെസ്സാണ്, ജോലിയുടെ സ്ട്രെസ്സാണ്. അപ്പം കുറച്ച് 2 മണിക്കൂർ വന്നിരുന്ന് ചിരിക്കാനോ എൻ്റർടൈൻ ചെയ്യാനോ ആണ് ആൾക്കാർ തിയേറ്ററിൽ വരുന്നത്, സിനിമ കാണുന്നത്. അതേസമയം ഒരു വിഭാഗമുണ്ട് ഇതല്ലാതെ ചെയ്യാൻ പറ്റുന്നത്. അത് എല്ലാ ക്ലാസ്സിലുള്ള ആൾക്കാർ, അവരാണ് ഈ ആർട്ട് സിനിമയും ഫെസ്റ്റിവൽ സിനിമയും അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ സിനിമയൊക്കെ അവർ എൻജോയ് ചെയ്യുന്നത്. യൂറോപ്പിൽ അങ്ങനെയല്ല, അവരുടെ ഗവൺമെൻറ് ഇത് നോക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ ഭാവി എന്ന് പറയുന്നത്, നിങ്ങൾ നാളെ കുടുംബമില്ലെങ്കിലും നിങ്ങൾ ഓൾഡ് ഏജ് ഹോമിലും അത്തരം ഷെൽട്ടർ ഹൗസുകളിലും ഒക്കെ അവിടെ ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അത് കിട്ടും. ഇവിടെ അത് കിട്ടില്ല, ഇവിടെ കാശുണ്ടാക്കിയേ പറ്റൂ. ഇപ്പോൾ സ്വീഡനിലൊന്നും ഒരാൾക്ക് ഒരു പരിധിക്കപ്പുറം ഒന്നും കാശുകാരനാവാനും പറ്റില്ല. അവിടെ ടാക്സ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സാലറി മേടിച്ചാൽ പോലും ഒരു പരിധിക്കപ്പുറം നിങ്ങൾക്ക് ഇത് ഉയരാൻ പറ്റത്തില്ല. കാര്യം ഇപ്പോൾ സ്വീഡനിൽ ഇതെന്ന് പറയണം, നിങ്ങൾ 50,000 രൂപ സാലറി മേടിക്കണമെങ്കിൽ നിങ്ങൾ 20% കൊടുക്കണം, ടാക്സ് കൊടുക്കണം. ഞാൻ പെർസെൻറ്റേജ് കറക്റ്റ് ഞാൻ ഒരു ഊഹത്തിൽ വെച്ച് പറയുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് 75,000 കിട്ടുകയാണെങ്കിൽ നിങ്ങൾ 35% കൊടുക്കണം. ബലത്തിൽ ഏകദേശം ഒന്നു തന്നെയാണ്, ചിലപ്പോൾ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. നിങ്ങൾ വലിയ ഹൈ സാലറി മേടിക്കുന്ന ആളെന്ന് പറഞ്ഞാലും അതേസമയം 1,00,000 യൂറോ സാലറി മേടിക്കുന്നവൻ 50,000 പകുതി കൊടുക്കണം, ടാക്സ് ആയിട്ട് കൊടുക്കണം. പിന്നെ അവിടെ ടാക്സ് കളക്ട് ചെയ്യുന്ന ആൾക്കാരെ അറിയാം. നമുക്കിപ്പോൾ ഇവിടെ GST ആരെയാണ് കളക്ട് ചെയ്യുന്നതെന്ന് അറിയൂ. GST കളക്ട് ചെയ്യുന്ന അറിയാം, ആര് എങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് പോകാൻ പറ്റും. അവിടെ ലോക്കൽ ബോഡീസാണ് ഇത് ചെയ്യുന്നത്. ടാക്സ് കൊടുക്കുന്നവനെ അറിയാം, അവൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഇതില്ലെങ്കിൽ അവൻ്റെ കുത്തിന് പിടിക്കാൻ പറ്റും, ചോദിക്കാൻ പറ്റും. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് എല്ലാ തരത്തിലും എല്ലാ സിസ്റ്റത്തിലും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു സിനിമേനെ ഇപ്പോൾ സാറിൻ്റെ പേഴ്സ്പെക്റ്റീവ് നിന്ന് ശരിക്കും ഒരു എന്ത് മീഡിയമായിട്ട്, ഇപ്പോൾ ആർട്ടായിട്ടാണോ, ഇതൊരു ആക്ടിവിസം ആയിട്ടാണോ, അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ശരിക്കും കാണുന്നത് പ്രൈമർലി? ഇതങ്ങനെ ഒന്നുമില്ല. ഇത് ആക്ടിവിസവും മാത്രമല്ല, അതും കൊണ്ടുവരാം. നമ്മുടെ പൊളിറ്റിക്കൽ വ്യൂസും നമുക്ക് നമ്മുടെ സിനിമയിലൂടെ കൊണ്ടുവരാം. നമ്മുടെ ഈ പറഞ്ഞ പോലെ എൻ്റർടൈനിങ് ആൾക്കാർ ഈ കാലഘട്ടത്തിൽ റീൽസിൻ്റെ കാലഘട്ടമാണ്. ഒരു 30 സെക്കൻഡിലോ 10 സെക്കൻഡിലോ നിങ്ങൾ ക്യാച്ച് ചെയ്തില്ലെങ്കിൽ ആൾക്കാരെ കളഞ്ഞിട്ട് പോകും. അപ്പം സിനിമ പഴയതുപോലെ മറ്റേ ഇതെന്ന് വെച്ചിട്ട് കൂടുതൽ ആൾക്കാരെ കിട്ടില്ല. അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, അത്തരം സിനിമകൾ ആസ്വദിക്കുന്ന, അത് മാത്രം മതിയെന്ന് പറഞ്ഞ് സിനിമ എടുക്കുന്ന ആൾക്കാർ. ഞാൻ ആ ഒരു ആറ്റിറ്റ്യൂഡല്ല എനിക്കിപ്പോൾ. എനിക്ക് കൂടുതൽ ആൾക്കാരിൽ നമ്മളെ സിനിമകളിലെത്തുക, നമ്മുടെ വർക്കുകൾ കാണുക. ബിരിയാണിയൊക്കെ ആ ഒരു പെർസ്പെക്റ്റീവിൽ തന്നെയാണ്. അപ്പം ആ വലിയ കാശോ ആർട്ടിസ്റ്റോ ഒന്നും ഇല്ലെങ്കിൽ കൂടുതൽ ആൾക്കാരിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് തിയേറ്ററും കുറേ കൂടെ തിയേറ്റർ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഇതൊക്കെ കണക്ട് ചെയ്യുന്ന എല്ലാവർക്കും ബന്ധങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പടം ആയിട്ട് തന്നെയാണ് ഞാൻ
ഇതിനെയും കാണുന്നത്. ശരിക്കും ഇപ്പോൾ തിയേറ്ററിന് ആ സിനിമയുടെ പോസ്റ്ററിൽ ഒരു പാമ്പ് ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ ആണോ, എന്താണ് ശരിക്കും? സിംബോളിക് പാമ്പ് ശരിക്കും അല്ല, ശരിക്കും പാമ്പിനെ നമ്മൾ സിനിമയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. പാമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ സിനിമയിൽ. വെച്ചാൽ പാമ്പിനെ അങ്ങനെ ഇതായിട്ടൊന്നുമില്ല, അങ്ങനെ പേടിയെന്നുള്ള ഒരു പാമ്പിനെ പേടിയുള്ള ആൾ ഒരുപാട് പേരുണ്ട്. അവരൊന്ന് കാണുമ്പോൾ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയൊന്നും പ്രശ്നമില്ല. പക്ഷെ പാമ്പ് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് സിംബോളിക് ഒന്നുമല്ല. സിംബോളിക് ഒന്നും ഇപ്പം സാധാരണക്കാരന് കിട്ടില്ല. എന്നാൽ ഞാൻ ഇത് തിയേറ്റർ റിലീസ് ചെയ്യും, ഇതെങ്കിൽ ഫെസ്റ്റിവൽസിന് കൊടുത്തിട്ട് കുറച്ച് ഇൻ്റലക്ച്വൽ ആ ഇതല്ലേ പോവുള്ളൂ. അതൊന്നുമില്ല. ഇത് സാധാരണ ഒരാൾ വന്ന് കണ്ടാലും അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് തിയേറ്റർ. ശരിക്കും ഈ ഒരു സിനിമ നല്ലൊരു മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ളൊരു സിനിമയാവട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് ഫോർ കമ്മിങ്. എല്ലാവരും ഈ സിനിമ മിസ് ചെയ്യാതെ തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു നഷ്ടമാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് സൗണ്ട് വെച്ചിട്ടാണെങ്കിലും വിഷ്വൽ വെച്ചിട്ടാണെങ്കിലും ഒരു കഥയുടെ ഇത് വെച്ചിട്ടാണെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ വന്ന് കണ്ടാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമ്മൾ ശരിക്കും എക്സൈറ്റഡ് ആണ്. കാരണം സാറ് ചെയ്തു വെച്ച വർക്കുകൾ നമുക്ക് അത്രയും ഒരുപാട് റീതിങ്ക് ചെയ്യാനായിട്ടുള്ളതും ഒരുപാട് ഇൻകൺവീനിയൻസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങും ഒക്കെയാണ്. സോ അതുകൊണ്ട് നല്ല രീതിയിൽ എക്സൈറ്റഡ് ആണ് ആക്ച്വലി. ഇത് സ്റ്റോറിയൊക്കെ വളരെ സിമ്പിളാണ്, എല്ലാവർക്കും മനസ്സിലാവും, അങ്ങനെ ഒരു കോംപ്ലിക്കേഷനും ഇല്ല എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് സാർ.